ഹായ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസുകൾ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. ആദ്യം സിമ്പിൾ പാസ്റ്റ് തന്നെ എടുക്കാം. ഐ കംപ്ലീറ്റഡ് റീഡിംഗ് എ ബുക്ക്. റീഡിംഗ് എ ബുക്ക് വാസ് കംപ്ലീറ്റഡ്. ഒരു പുസ്തകം വായിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തു. ഐ കംപ്ലീറ്റഡ് റീഡിംഗ്. റീഡിംഗ് വാസ് കംപ്ലീറ്റഡ്. ഇതാണ് സിമ്പിൾ പാസ്റ്റിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അതായത് ഒബ്ജക്റ്റ്, അതായത് റീഡിംഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, അതിനുശേഷം വാസ്, അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബ്. റീഡിംഗ് വാസ് കംപ്ലീറ്റഡ്. അത് ഒബ്ജക്റ്റുകളുടെ ഒബ്ജക്റ്റിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് വാസ് എന്നുള്ള വേറൊന്നായി മാറും. നമ്മൾ പത്രത്തിലൊക്കെ കാണാറുള്ളതാണ്. ദേ അറ്റാക്ക്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അവരൊരുപാട് ആൾക്കാരെ അറ്റാക്ക് ചെയ്തു. എ ലോട്ട് ഓഫ്, അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ ലോട്ട് ഓഫ് പീപ്പിൾ വേർ അറ്റാക്ക്ഡ്. അതായത് പ്ലൂറലാവുമ്പോൾ, അതായത് ഒബ്ജക്റ്റ് പ്ലൂറലാവുമ്പോൾ അത് വാസ് എന്നുള്ളത് വേറായി മാറും. അതായത് എ ബുക്ക് റീഡിംഗ് വാസ് കംപ്ലീറ്റ്. എ ബുക്ക് റീഡിംഗ് വാസ് കംപ്ലീറ്റഡ്. ഒരു സിംഗുലർ ആണ്. എ ബുക്ക് വാസ് കംപ്ലീറ്റഡ്. ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. അതേസമയം എ ലോട്ട് ഓഫ് ബുക്സ് വേർ കംപ്ലീറ്റഡ്. ഒരുപാട് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലൂറലായപ്പോൾ അതിന് വാസിന് പകരം വേർ വന്നു. ഇതൊക്കെ സിമ്പിൾ ഗ്രാമർ ആസ്പെക്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. ഐ വാസ് റീഡിംഗ് എ ബുക്ക് വെൻ ഹി വിസിറ്റഡ് മീ. അവനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ ബുക്ക് വാസ് ബീയിങ് റെഡ് വെൻ ഹി വിസിറ്റഡ് മീ. എ ബുക്ക് വാസ് ബീയിങ് റെഡ്. ഐ വാസ് റീഡിംഗ് എ ബുക്ക് വാസ് ബീയിങ് റെഡ്. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പുറത്ത് പാസീവ് വോയിസ് ആയപ്പോൾ എ ബുക്ക് വാസ് ബീയിങ് റെഡ്, അതായത് ബുക്ക് വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് പ്രാക്ടീസിങ് കിക്ക് ബോക്സിങ്. ഞാൻ കിക്ക് ബോക്സിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പുറത്ത് കിക്ക് ബോക്സിങ് വാസ് ബീയിങ് പ്രാക്ടീസ്ഡ്. കിക്ക് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രൂപം. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഒന്നേ ഉള്ളെങ്കിൽ വാസ്, അതിനുശേഷം ബീയിങ്, അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബ്, മൂന്നാമത്തെ രൂപം വെർബിന്റെ. അത് ഒബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണെങ്കിൽ ഒബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണെങ്കിൽ ഒബ്ജക്ട്സ്, അതിനുശേഷം വേർ, അതിനുശേഷം ബീയിങ്, അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഇതാണ്. അതായത് എ ബുക്ക് വാസ് ബീയിങ് കംപ്ലീറ്റഡ്. എ ലോട്ട് ഓഫ് ബുക്സ് വേർ ബീയിങ് കംപ്ലീറ്റഡ്. അത് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. എ ലോട്ട് ഓഫ് ബുക്സ് വേർ ബീയിങ് കംപ്ലീറ്റഡ്. ഒരുപാട് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന വിധം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. I had completed reading the book before I went to bed. I had completed reading the book before I went to bed. ഞാൻ ഉറങ്ങാൻ പോണതിന് മുമ്പ് ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെ, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ ബുക്ക് ബിഫോർ ഐ വെന്റ് ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോണതിന് മുമ്പ് ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന വിധം നോക്കാം. ദ ബുക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബിഫോർ ഐ വെന്റ് ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോണതിന് മുമ്പ്
ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. I had completed the book. The book had been completed. ഇതാണ് അതിന്റെ പാസീവ് വോയിസ് രൂപം. അതായത് ഒബ്ജക്റ്റ് ഹാഡ് ബീൻ തേർഡ് ഫോം ഓഫ് ദ വെർബ്. I had completed the book. The book had been completed. അത് ഞാൻ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ ബുക്ക് ബിഫോർ ഐ വെന്റ് ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോണതിന് മുമ്പ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉറങ്ങാൻ പോയതെന്ന് അർത്ഥം. അതേ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ had been completed before I went to bed. ഉറങ്ങാൻ പോണതിന് മുമ്പ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന വിധം. അതിന്റെ സ്ട്രക്ചർ ഒബ്ജക്റ്റ് ഹാഡ് ബീൻ തേർഡ് ഫോം ഓഫ് ദ വേർഡ്. ദ ബുക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ്. The poem had been written. I had taken my lunch. My lunch had been taken. Somebody had stolen the money. The money had been stolen. അപ്പോൾ എനിക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നോക്കാം. Somebody had been using my bed while I was away. ഞാൻ വേറെ എവിടെയായിരുന്നപ്പോൾ ആരോ എന്റെ ബെഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. My bed had been being used. അതായത് somebody had been using my bed. എന്റെ ബെഡ് ആരോ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. My bed had been being used by somebody. My bed had been being used. എന്റെ ബെഡ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടുതലും ന്യൂസ് പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴാണ്, ഇംഗ്ലീഷ് പേപ്പറുകളും അല്ലെങ്കിൽ നോവലുകൾ, കഥകൾ അങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോഴാണ് ഈ സ്ട്രക്ചർ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരിക. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന വിധം. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ള ഇതിപ്പോ ഏകദേശം മനസ്സിലായല്ലോ. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളത് പറയാം. ഒബ്ജക്റ്റ് ഹാഡ് ബീൻ ബീയിങ് third form of the verb. My bed had been being used. A car had been being parked. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റിയുള്ള രൂപം. ഈ സ്ട്രക്ചേഴ്സൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ പറഞ്ഞ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ഒക്കെ കൂടുതലായിട്ടും കാണപ്പെടുക പിന്നെ ന്യൂസ് പേപ്പറുകള്, പിന്നെ കഥകള്, നോവലുകള്, ഇങ്ങനെ അതുപോലെ ഇൻസിഡന്റ് റിപ്പോർട്ടുകള്, കേസ് ഡയറികള്, ഇതിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരിക. അതുപോലെ എസ്സേകൾ എഴുതുമ്പോൾ ഈ സന്ദർഭങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരിക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രക്ചറാണത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഒരിക്കൽ കാണാം. Until then, thank you for watching. Take care. Bye.